2026 ഏപ്രിൽ മാസം 12-ാം തീയതി 2 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് പുതുഞാറാഴ്ചയും ദൈവകരുണയുടെ തിരുനാളും. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു ആത്മാവിനെ ചിലപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാൻ ഒരു ആത്മാവിനെ പ്രേരിപ്പിക്കാൻ കഴിയും. ഏപ്രിൽ 12 അന്ന് കർത്താവിന്റെ അനന്തമായ കരുണ സ്വീകരിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ആണ്ട് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ദൈവകരുണയുടെ തിരുനാള് സഭയിൽ പ്രഖ്യാപിച്ചത്. ഈ ദൈവകരുണയുടെ തിരുനാളിന്റെ വാഗ്ദാനങ്ങൾ ഞാൻ വേഗം പറയുകയാണ്. കർത്താവ് പറയുകയാണ്, കൃപാവരത്തിന്റെ വരപ്രസാദത്തിന്റെ എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടുന്ന ദിവസമാണത്. പ്രസാദവരത്തിന്റെ വൻകടൽ തുറക്കുന്ന ദിവസം. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുമ്പസാരിച്ച് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി നമ്മൾ ഒരുങ്ങണം. ഓരോ ദിവസവും ഓരോ ഗണം ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ നൊവേന ചൊല്ലുന്നത്. അപ്പൊ ഞാൻ വേഗം പറയുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച് പരിപൂർണ വിശുദ്ധിയിലും കൃപയിലും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ദുഃഖവെള്ളിയാഴ്ച മുതൽ ദൈവകരുണയുടെ നൊവേന ചൊല്ലുക. ഏപ്രിൽ മാസം 12-ാം തീയതി പുതുഞാറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുക. 4-മതായിട്ട് ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങുക. യേശുവേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന ആവർത്തിക്കുക. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന പ്രാർത്ഥന ആവർത്തിക്കുക. 5-മതായിട്ട് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും വിശ്വാസ പ്രമാണവും ചൊല്ലി പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുക.